ഹായ് മക്കളെ, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ ഇന്ന് നാലാമത്തെ ടെസ്റ്റ് എക്സസൈസിൽ 16.3 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. എ കാർഡ് ഈസ് സെലക്റ്റഡ് ഫ്രം ദ പാക്ക് ഓഫ് 52 കാർഡ്. 52 കാർഡിൽ നിന്ന് നമുക്ക് എത്ര എടുക്കണം? 4 കാർഡ്, ഒരു കാർഡ് എടുക്കണം. ഹൗ മെനി പോയിന്റ്സ് ആർ ഇൻ ദ സാമ്പിൾ സ്പേസ്? എത്രയാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി ഓഫ് ഏസ് ഓഫ് ആൻ സ്പേഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻ ഏസ് ആൻഡ് ബ്ലാക്ക് കാർഡ്. ഇത് 3 ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. നമുക്കറിയാം എത്രയാണ് ഒരു ചീട്ട് കളിക്കുന്ന കാർഡിനകത്ത്, പ്ലേയിങ് കാർഡിനകത്ത് 52 കാർഡുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ NF എഴുതാം. എത്ര കാർഡാണ് ഇവിടെ എടുക്കാൻ പറഞ്ഞേക്കണേ? ഓൾറെഡി ഒരു കാർഡ് എന്നാണ് പറഞ്ഞേക്കണേ. കാർഡ് സെലക്റ്റഡ് എന്നാണ് പറഞ്ഞേക്കണേ. നമ്മളോട് 2 കാർഡ് എടുക്കാൻ പറഞ്ഞാൽ NF നമുക്ക് എന്താണ്? 52C2 വരും. 3 കാർഡാണെങ്കിൽ 52C3 വരും. 4 കാർഡാണെങ്കിൽ 52C4 വരും. ഇവിടെ പക്ഷേ എന്താ? കാർഡ് സെലക്റ്റഡ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 52C1 വരും. ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഒന്നാമത്തെ ആൻസറായി. രണ്ടാമത്തെ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ എന്താ? പ്രോബബിലിറ്റി ഓഫ് ആൻ സ്പേഡ്. എത്രയാണ് സ്പേഡ് ഉള്ളത്? അപ്പോൾ എന്ന് പറയണത് എന്താണ്? ഏസ് ഓഫ് എ സ്പേഡ് എന്ന് പറഞ്ഞു. സ്പേഡിനകത്തുള്ള ഏസിൻ്റെ എണ്ണമാണ് ചോദിച്ചേക്കണത്. അപ്പോൾ അതിനകത്ത് ഒരേ ഒരു നമ്പേഴ്സേ ഉള്ളൂ. സ്പേഡിനകത്ത് മൊത്തം 13 ആണുള്ളത്. ആ 13നകത്ത് ഏസ് എന്ന് പറയുന്നത് ഒരെണ്ണമാണ്. അപ്പോൾ NF എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി P(A) എന്ന് പറഞ്ഞാൽ എന്താ? NF(A) ഡിവൈഡഡ് ബൈ NF വരും. അപ്പോൾ NF എന്ന് പറഞ്ഞാൽ 1, NF എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 52C1 എന്ന് പറഞ്ഞാൽ 52 ആണ്. അപ്പോൾ ആൻസർ ഈസ് 1/52 വരും. നമ്മൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏസ് ആൻഡ് ബ്ലാക്ക് കാർഡാണ്. അവിടെയും ഒരെണ്ണം ഒരു കാർഡ് നമുക്ക് എടുക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏസ് എന്ന് പറഞ്ഞാൽ ഏതാ കൊച്ചുങ്ങളെ? ഏസ് എന്ന് പറയുന്നത് എല്ലാത്തിലും കൂടി സ്പേഡിനകത്തൊരു ഏസ്, ക്ലാവറിനകത്തൊരു ഏസ്, ഹേട്ടിനകത്ത്, ഡയമണ്ടിനകത്ത്, അങ്ങനെ ഏസിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? A = ഏസ് എന്ന് കൊടുത്തു നമ്മൾ. A = ഏസ്. ഏസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ NF എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ അതിൻ്റെ P(A) എന്ന് പറഞ്ഞാൽ എന്താണ്? NF ഡിവൈഡഡ് ബൈ NF ആണ്. ഏസ് എത്ര? 4 എണ്ണം. ദാറ്റ് ഈസ് ഈക്വൽ ടോട്ടൽ കാർഡ് 52. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 4/52 വരും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ബ്ലാക്ക് കാർഡാണ്. മൊത്തം എത്ര ബ്ലാക്ക് കാർഡാണുള്ളത്? അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കാർഡാണ്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് തന്നെ? ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഏത് വേണമെങ്കിൽ ലെറ്റർ കൊടുക്കാം. B എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കാർഡ് എന്ന് കൊടുക്കാം. ബ്ലാക്ക് കാർഡ്. അപ്പോൾ NF എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം ആ കാർഡിനകത്ത് 26 റെഡും 26 ബ്ലാക്കും ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ NF എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കാർഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 26 ആണ്. അങ്ങനെയാണെങ്കിൽ P(B) എന്ന് പറഞ്ഞാൽ എത്രയാണ്? NF ബൈ NF ആണ് ബ്ലാക്ക് കാർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ NF എന്ന് പറഞ്ഞാൽ 26 ആണ്. NF എന്ന് പറഞ്ഞാൽ 52 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 26/52.